നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. വ്രതമെടുത്ത് ആചാരപൂർവം കെട്ടിനിറച്ച് 18 പടികൾ കയറി ഭഗവാനെ ദർശിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ശബരിമല തീർത്ഥാടനം പൂർണ്ണമാകൂ. അതിലേറ്റവും പ്രധാനമാണ് മോക്ഷപ്രയാണത്തിൻ്റെ പ്രതീകമായ 18 പടികൾ. 18 പടികളിൽ ആദ്യത്തെ 5 നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളാണ്. ഈ ലോകത്ത് നമ്മെ ബന്ധിച്ചിടുന്ന ഇന്ദ്രിയ വിഷയങ്ങളാണവ. അതിനെ മറികടന്നാൽ അടുത്ത 8 പടികൾ മനസ്സിനകത്തെ അഷ്ടരാഗങ്ങളുടെ പ്രതീകങ്ങളാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഈർഷ്യ, അസൂയ എന്നിവയാണ് അഷ്ടരാഗങ്ങൾ. ഈ അഷ്ടരാഗങ്ങളെയും മറികടന്നാൽ മനസ്സിൻ്റെ സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന 3 പടികളാണ്. അതും പിന്നിട്ടാൽ വിദ്യയും അവിദ്യയും. അതിനുമപ്പുറം എത്തുമ്പോൾ മാത്രമേ ഭക്തൻ അദ്വൈതഭാവം പകരുന്ന തത്വമസിയുടെ വിശാലതയിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ 18 പടികൾ കടന്നെത്തുന്ന ഏകഭാവത്തിൻ്റെ ആ വിശാലതയാണ് ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുസന്നിധി. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ഹൃദയം ശുദ്ധമാകണമെങ്കിൽ ഈശ്വരനോട് പ്രേമമുണ്ടാകണം, സദ്ഗുണങ്ങളുണ്ടാകണം. ഈശ്വരനോട് അടുക്കുന്നതിനുള്ള പ്രധാന തടസ്സം നമ്മുടെ സ്വാർത്ഥതയാണ്. അന്യരോട് കരുണ തോന്നുമ്പോൾ നമ്മുടെ സ്വാർത്ഥത തനിയേ കൊഴിഞ്ഞു പോകുന്നു. മാതാ അമൃതാനന്ദമയി ദേവി. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ചൊല്ലുന്നത് കേൾക്കാം. ഭൂതാരതാം ഉദവഹത് യദപേക്ഷയാ ശ്രീഭൂതാരയേവ കിമത സുമതേ ലഭസ്വ കേദാരമാകലിതമുക്തിമഹൗഷധീനാം പാദാരവിന്ദഭജനം പരമേശ്വരസ്യ. ഭൂതാരതാമുദവഹത് യദപേക്ഷയാ ശ്രീഭൂതാരയേവ കിമത സുമതേ ലഭസ്വ കേദാരമാകലിതമുക്തിമഹൗഷധീനാം പാദാരവിന്ദഭജനം പരമേശ്വരസ്യ. ഇനി ശങ്കരസ്തോത്രാമൃതം. ബ്രഹ്മാവ് അരയന്നമായും വിഷ്ണു പന്നിയായും രൂപമെടുത്ത കഥ പുരാണത്തിൽ പറയുന്നുണ്ട്. അത് ശിവസ്വരൂപത്തെ അറിയാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് സുമനസേ,
നിങ്ങൾ ഭഗവാന്റെ പാതാരവിന്ദത്തെ ഭജിക്കൂ എന്ന് പറയുന്ന ശിവാനന്ദലഹരിയിലെ 73-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ശങ്കര സ്തോത്രകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 72 ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ ഭഗവത്പാദ ദർശനം നേടുന്നവർ കൃതാർത്ഥന്മാരാകുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് ഭൂതാരതാമുദവഹത് യദപേക്ഷയാ ശ്രീഭൂതാരയേവ കിമുദ സുമതേ ലഭസ്വ കേദാരമാകലിതമുക്തിമഹൗഷധീനാം പാദാരവിന്ദഭജനം പരമേശ്വരസ്യ. ഭൂതാരതാം ഉദവഹത് യദപേക്ഷയാ ശ്രീഭൂതാര ഏവ കിമുദ സുമതേ ലഭസ്വ കേദാരമാകലിതമുക്തിമഹൗഷധീനാം പാദാരവിന്ദഭജനം പരമേശ്വരസ്യ. ഇവിടെ സുമതേ അല്ലയോ നല്ല ബുദ്ധിയോടൊത്തവനെ എന്ന് സംബോധന ചെയ്യാം. ഈ സംബോധന സ്വയം തൻ്റെ മനസ്സിനോടാവാം, അല്ലെങ്കിൽ ലോകത്തിലെ ഏതൊരു സജ്ജനത്തോടും ആവാം. സജ്ജനത്തോട് ചെയ്യുന്ന സംബോധനയാവാം. ശോഭനമായ നല്ല തെളിഞ്ഞ മനസ്സോടുകൂടിയവൻ, വക്രത കുടിലത ഇല്ലാത്തവൻ, അവനെ പറ്റിക്കണം അവളെ പറ്റിക്കണം തുടങ്ങിയ ചിന്തകളില്ലാത്തവൻ, സ്വച്ഛമായ ബുദ്ധിയോടുകൂടിയവൻ. ഹേ സുമതേ. അതേസമയത്ത് ഈ സംബോധന സ്വന്തം മനസ്സിനോടാവാമെന്നും മനസ്സിലാക്കുക. എന്താണ് പറയുന്നത്? പാദാരവിന്ദ ഭജനം പരമേശ്വരസ്യ പാദാരവിന്ദ ഭജനം ലഭസ്വ. പരമേശ്വരൻ്റെ മഹേശ്വരൻ്റെ പാദാരവിന്ദ ഭജനം, പാദാരവിന്ദത്തെ, പാദങ്ങളാകുന്ന ചെന്താമരകളുടെ ഭജനത്തെ, ഭഗവത് പാദപത്മങ്ങളുടെ ഭജനത്തെ നീ നേടിയാലും എന്തിനെല്ലാം നീ വ്യാപരിക്കുന്നു ഈ ലോകത്തിൽ? നീ ചെയ്യേണ്ടത് ഭഗവാന്റെ പരമേശ്വരൻ്റെ പാദപത്മങ്ങളെ ജീവിതത്തിൽ നിത്യവും ഭജിച്ചാലും ലഭിച്ചാലും ലഭസ്വ. എന്തേ കാരണം? പറയാണ്, ഭൂതാരതാം ഉദവഹത് യദപേക്ഷയാ. യദപേക്ഷയാ, യാതൊരപേക്ഷ കൊണ്ട്, യാതൊന്നിനെ നേടുന്നതിന് വേണ്ടി അഥവാ യാതൊന്നിനെ അറിയുന്നതിന് വേണ്ടി ശ്രീഭൂതാരൻ എന്ന് പറഞ്ഞാൽ ഭൂമി ആർക്ക് ദാരമാണോ അയാൾ, ഭൂമിദേവി ആർക്ക് പത്നിയാണോ അയാൾ, മഹാവിഷ്ണു. അപ്പോൾ ഭൂതാര മഹാവിഷ്ണു. ശ്രീ മഹാവിഷ്ണു, ശ്രീഭൂതാരൻ ഭൂതാരതാം ഉദവഹത്, ഭൂതാരതയെ പ്രാപിച്ചു. ഭൂമിയെ തുളയ്ക്കുന്നവൻ പന്നി. അപ്പം ഭൂമിയെ തുളച്ചു പോകുന്ന ആൾ പന്നി. പന്നിക്കാണ് ഭൂതാരം എന്ന് പറയുന്നത്. ഭൂതാരം മഹാവിഷ്ണുവുമാണ് ഭൂമി ദാരമായിട്ടുള്ള ആൾ, ഭൂമിദേവി പത്നിയായിട്ടുള്ള ആൾ. അപ്പം മഹാവിഷ്ണു, ഭൂതാരമാകുന്ന മഹാവിഷ്ണു ഭൂതാരതയെ പന്നിയുടെ ഭാവത്തെ പ്രാപിച്ചു. ഉദവഹത് പ്രാപിച്ചു. എന്തിന്? യദപേക്ഷയാ, യാതൊരപേക്ഷ കൊണ്ടോ. ഇത് പറഞ്ഞിട്ട് പറയാണ്,
കിമുത, ഇതിനപ്പുറത്ത് എന്ത്? താത്പര്യം, ശിവസ്വരൂപത്തെ അറിയാൻ ശ്രമിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണു പന്നിയുടെ രൂപമെടുത്തു. ഇത് പുരാണ പ്രസിദ്ധമായൊരു കഥയാണ്. ഞാനാണ് വലിയവൻ എന്ന കലഹം ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇടയ്ക്ക് സംഭവിക്കുകയും അത് യുദ്ധത്തിൽ കലാശിക്കുകയും ആ യുദ്ധം സുദീർഘമായി മുന്നോട്ട് നീളുകയും ചെയ്തപ്പോൾ അത്ഭുതകരമായൊരു തേജപുഞ്ചം അവർക്കിടയ്ക്ക് പ്രകടമായി. കലഹം നിർത്തി ആ തേജപുഞ്ചത്തിൻ്റെ ആദ്യന്തങ്ങൾ കണ്ടെത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ബ്രഹ്മാവ് അരയന്നത്തിൻ്റെ വേഷമെടുത്ത് മുകളിലേക്കും വിഷ്ണു പന്നിയുടെ വേഷമെടുത്ത് താഴേക്കും യാത്രയായി. അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈയൊരു ശിവലിംഗ ആവിർഭാവവുമായി ബന്ധപ്പെട്ട പൗരാണിക കഥയെയാണ് ഇവിടെ ഓർമ്മിക്കുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ആദ്യന്തങ്ങളെ കണ്ടെത്താൻ വേണ്ടി ബ്രഹ്മാവ് അരയന്നമായും വിഷ്ണു പന്നിയായും സഞ്ചരിച്ചു. ആ ഉദന്തത്തെ, ആ കഥയെ ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. സാക്ഷാൽ ശ്രീഭൂതാരൻ, ശ്രീ മഹാവിഷ്ണു ഭൂതാരതയെ പ്രാപിച്ചു, പന്നിയുടെ രൂപത്തെ എടുത്തു. എന്തിനു വേണ്ടി? നിൻ്റെ പാദത്തെ ദർശിക്കാൻ വേണ്ടി, നിൻ്റെ പാദഭജനത്തിന് വേണ്ടി, നിൻ്റെ പാദദർശനത്തിന് വേണ്ടി. കിമുത, പിന്നെന്ത്? അതിൽ പരം എന്ത് പറയാനാണ്? അതിൽ പരം ഒന്നും പറയാനില്ല. അതുകൊണ്ട് അല്ലയോ സുമതേ, നല്ല മനസ്സേ, നല്ല മനസ്സോടു കൂടിയ വ്യക്തികളോട് പറയുകയാണ്, നിങ്ങൾ ഭഗവാന്റെ പാദാരവിന്ദ ഭജനം നേടിയാലും എന്ന്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഏറ്റവും ഒടുവിൽ ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത് സന്നിധിയിലേക്കുള്ള തീർത്ഥയാത്രകളിൽ ഏറ്റവും പുണ്യമാർന്ന ഇടങ്ങളിൽ ഒന്നു തന്നെയാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആത്മതലങ്ങളിൽ ഒരു ദ്വാരക വിരിയുന്നത് പോലെയാണ് ക്ഷേത്രം ഭഗവാന്റെ പുഞ്ചിരി പോലെ നമ്മെ വരവേൽക്കുന്നത്. ക്ഷേത്രമുറ്റത്തെത്തി മുകളിലേക്കുള്ള പടവുകൾ കയറുമ്പോൾ ഭക്തന്റെ ആത്മതലങ്ങളിൽ ഭഗവാന്റെ പദചലനങ്ങൾ തിരിച്ചറിയുന്നത് പോലെ. നെറുകയിലെ മയിൽപ്പീലിയുടെ തിളക്കം, മകരകുണ്ടലങ്ങളുടെ നാദം, മുരളികയിലൂടെ ഒഴുകുന്ന മോക്ഷമാർന്ന രാഗം, മണിമാറിലെ വനമാലയുടെ സുഗന്ധം, സ്വാസ്ഥ്യത്തിൻ്റെ മഹാപ്രപഞ്ചത്തിലേക്ക് ഭക്തമാനസങ്ങളെ നയിക്കുന്ന ഭഗവാന്റെ പാൽപുഞ്ചിരി. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും ഭഗവാനെ അറിഞ്ഞ് അനുഭവിക്കാൻ കഴിയുന്നത് പോലെയുള്ള പുണ്യമാർന്ന ദർശനാനുഭവം തന്നെയാണ് ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓരോ ഭക്തജനങ്ങൾക്കും പകർന്നു നൽകുന്നത്. അതിപുരാതന ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഏറെ പ്രസിദ്ധമാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രരേഖകളിൽ പോലും
ആശ്രാമം എന്ന ദേശത്തെക്കുറിച്ചും പുണ്യപുരാതനമായ ഇവിടുത്തെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചും പ്രതിപാദിക്കുന്നുവെന്നത് ചരിത്ര സത്യമാണ്. അതിപുരാതന മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രസിദ്ധമാണ് കൊല്ലം ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. തിരുവിതാംകൂർ ക്ഷേത്രങ്ങളുടെ പുണ്യപുരാതന ചരിത്രത്തെ പ്രതിപാദിക്കുന്ന ഒട്ടേറെ സന്ദേശകാവ്യങ്ങൾ നമുക്കുണ്ട്. മേഘസന്ദേശം, ഉണ്ണുനീലി സന്ദേശം, ഹംസ സന്ദേശം, മയൂര സന്ദേശം എന്നിവയാണ് അവയിൽ പ്രധാനം. ഉണ്ണുനീലി സന്ദേശ കാലഘട്ടം കൊല്ലവർഷം 525-551 കരുതപ്പെടുന്നു. അന്നത്തെ യുവരാജാവായ ആദിത്യവർമ്മയാണ് ഇതിൽ സന്ദേശവാഹകനായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രസ്തുത കാവ്യത്തിൽ പ്രത്യേകം പ്രതിപാദിക്കുന്നു. കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ മയൂര സന്ദേശ കാവ്യത്തിൽ ഈ ക്ഷേത്രമാഹാത്മ്യം ഏറെ പ്രകീർത്തിച്ചു കാണുന്നു. അതിങ്ങനെയാണ്: നൂറ്റാണ്ടുകളുടെ ചരിത്ര പ്രാധാന്യമുള്ള ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തിരുവിതാംകൂറിലെ രാജകുടുംബങ്ങൾ കൊല്ലം നാട് സന്ദർശിക്കുമ്പോൾ ഭഗവത് സേവയ്ക്ക് എത്താറുണ്ടായിരുന്നത് ഈ തിരുസന്നിധിയിലായിരുന്നു. ക്ഷേത്രത്തോട് ചേർന്നുള്ള കൊട്ടാരം ഈ സത്യം വിളിച്ചോതുന്നു. തിരുവിതാംകൂറിൽ അക്കാലത്ത് രാജകുടുംബാംഗങ്ങളുടെ ഹിതപ്രകാരം പണികഴിപ്പിക്കപ്പെട്ട പ്രസ്തുത ക്ഷേത്രം ആദ്യത്തെ ഉണ്ണികൃഷ്ണ ക്ഷേത്രമാണെന്ന് പറയപ്പെടുന്നു. പുരാതന ക്ഷേത്ര വാസ്തുശില്പ കലയോട് ഏറെ ചേർന്നു നിൽക്കുന്ന ഈ ക്ഷേത്രം അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്കുള്ള ജലപാത വഴി വഞ്ചിയിലൂടെ വഞ്ചിപ്പാട്ടും പാടി കടന്നുപോകുന്ന തമ്പുരാക്കന്മാർ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കണ്ട് നിർവൃതി നേടുക പതിവായിരുന്നു. ക്ഷേത്രപ്പണികൾക്കുള്ള എല്ലാ സാധന സാമഗ്രികളും തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും എത്തിച്ചുകൊടുത്ത് പണി തീർത്തതായി കരുതപ്പെടുന്നു. 4 കെട്ടും ചുറ്റമ്പലത്തോടുകൂടിയ ശ്രീകോവിലും സ്വർണ്ണ കൊടിമരവുമുള്ള ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രക്കുളം കുഴിച്ചെടുത്ത മണൽ കൊണ്ട് രൂപപ്പെട്ട കുന്നിൻ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ക്ഷേത്രക്കുളം അതിവിശാലമാണ്. ഇത് ചുറ്റുമുള്ള പ്രകൃതിക്ക് കുളിർമയേകി നിലകൊള്ളുന്നു. ഇവിടുത്തെ ശ്രീകോവിലിലെ കണ്ണന്റെ ആകാരവടിവൊത്തിണങ്ങിയ ശില്പം പൂർണ്ണമായും കൃഷ്ണശിലയിൽ കൊത്തിയുണ്ടാക്കിയതാണ്. തൃക്കൈയിൽ വെണ്ണയുമായി പുഞ്ചിരി തൂകി ഭക്തജനങ്ങൾക്ക് വരപ്രസാദം നൽകുന്ന ഉണ്ണികൃഷ്ണന്റെ തിരുരൂപം ഭക്തജനങ്ങൾക്ക് ആത്മസായുജ്യമേകുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ കൃഷ്ണവിഗ്രഹമായി ഇവിടത്തെ ഉണ്ണികൃഷ്ണ വിഗ്രഹത്തെ കരുതപ്പെടുന്നു. ശ്രീകോവിലിന്റെ പഴമ നിലനിർത്തിക്കൊണ്ടുതന്നെ 1996 ക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞു. കണ്ണനെ കാണുന്നത് പോലെ തന്നെ ആനന്ദാമൃതമായ രൂപഭംഗിയാണ് ക്ഷേത്രത്തിൻ്റേത്.
ഭഗവാന്റെ ശരീരം തന്നെയാണല്ലോ ക്ഷേത്രമായി സങ്കല്പിക്കുന്നതും. സ്വർണ്ണനിറമായ നാലമ്പല കാഴ്ചകൾ നയനമനോഹരമാകുന്നു. നമസ്കാര മണ്ഡപവും ശ്രീകോവിലുമൊക്കെ ഭഗവാന്റെ ആഭരണങ്ങൾ പോലെ മനോഹരം. നാലമ്പലത്തിനുള്ളിൽ ഒരു പ്രദക്ഷിണം നടത്തുമ്പോൾ തന്നെ ഉള്ളിൽ നിറയുന്ന ഭഗവാന്റെ കൃപാകടാക്ഷങ്ങളിൽ അലിഞ്ഞു ചേരുന്ന ഭക്തർ തൻ്റെ മനസ്സ് ഭഗവാന് തന്നെ സമർപ്പിച്ച് ആനന്ദത്തിൽ അലിഞ്ഞു ചേരുന്നു. നാലമ്പലത്തിനുള്ളിലും പുറത്തുമായി ഉപദൈവങ്ങളെയും പൂജിക്കുന്നു. ക്ഷേത്രത്തിനു പുറത്ത് കാവിനോട് ചേർന്ന് ശാസ്താവിനായി ഒരു പ്രത്യേക ക്ഷേത്രവും നിലനിൽക്കുന്നുണ്ട്. വ്രതശുദ്ധിയുടെ ഈ മണ്ഡലകാലത്ത് ഇവിടുത്തെ ക്ഷേത്രദർശനം വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാകുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ ശാസ്താവിൻ്റെ പ്രതിഷ്ഠാരൂപമാണ് ഇവിടെയുള്ളത്. ആനപ്പുറത്തിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹരൂപം മണ്ഡലകാലത്തെ അയ്യപ്പ ഭക്തന്മാർക്ക് പുണ്യമാർന്നൊരു ദർശന സൗഭാഗ്യമാണ് നൽകുന്നത്. സായാഹ്ന പൂജകൾക്കായി ക്ഷേത്രാന്തരീക്ഷമൊരുങ്ങി. ഇവിടുത്തെ ഓരോ മരങ്ങളിലും ഇലകളിലും ഭഗവാന്റെ മുരളീരവം നിറയുമ്പോൾ ക്ഷേത്രദീപങ്ങളും തെളിയുന്നു. ദ്വാരകാപുരി പോലെ ക്ഷേത്രം ദ്വാപരസന്ധ്യയിൽ അമരുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ ഭക്തജനങ്ങൾക്ക് ദർശനമരുളുവാനായി ഭഗവാൻ അണയുന്നു. ഓരോ ഭക്തജനങ്ങളും ശ്രീകോവിലിലേക്ക് തന്നെ മനവും ശരീരവും ആത്മാവും സമർപ്പിച്ചു. ദീപാരാധനയായി ഭഗവത് ദർശനം പുണ്യദർശനമായി. അങ്ങനെ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രദർശനം ഓരോ മനസ്സുകളിലും വൃന്ദാവനമാകുന്നു.